Hello guys, welcome back to your YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് how to facial at home. ഞാൻ ഫേഷ്യൽ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ ഫേഷ്യൽ ആണ്. ഗോൾഡ് ഫേഷ്യൽ കിറ്റ് ആണ് നമ്മുടെ ഫേഷ്യൽ കിറ്റ്. നല്ല ഭംഗിയുള്ള പാക്കേജ് ഉണ്ട്, ഗോൾഡൻ കളറിലെ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതാ 6 കിറ്റായിട്ടാണ് വരുന്നത്. ഇതാ കാണാൻ പറ്റുന്നില്ല, 6 കിറ്റായിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലൻസർ, നമ്മുടെ ഫേസിൽ ക്ലൻസ് ചെയ്യേണ്ടത്, സ്ക്രബ്, ദെൻ ഗോൾഡ് ക്രീം, പിന്നെ ജെല്ല്, പിന്നെ നമ്മുടെ ഫേസിൽ തേക്കാനുള്ള മാസ്ക്, ആൻഡ് ഫൈനലി നമ്മൾ യൂസ് ചെയ്ത് തരണം. ഈ ഒരു 6 സ്റ്റെപ്പുള്ള ഒരു ഫേഷ്യൽ കിറ്റാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല യൂസ് ചെയ്യുന്നത്, ഞാനിത് കണ്ടിന്യൂ ആയത് ഒരു 6 മന്ത് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. കാരണം നമ്മൾ പുറത്ത് പോയി ഒരു ബ്യൂട്ടി പാർലർ ചെയ്യുന്ന ഒരു ഫേഷ്യലല്ല നമുക്കിത് കിട്ടുന്നത്, ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് ആണ്. ആ ഗ്ലോയിങ് നമുക്ക് പോവത്തില്ല, നമ്മുടെ ഫേസിൽ നമ്മൾ മാസത്തിൽ മന്ത്ലി നമ്മൾ വൺസ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യണ്ടേ എന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഫേസിൽ ഓൾറെഡി ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്, പിന്നെ ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒന്നുകൂടി കഴുകിയിട്ട് വരാം കേട്ടോ. ലിപ്സ്റ്റിക് കളയുന്നില്ല, കണ്ണ് എഴുതിയതും ബാക്കി എല്ലാതും കളഞ്ഞിട്ട് വരാം. ഓക്കെ, ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്പിൽ ലിപ് ബാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണത് ഗോൾഡ് ക്ലെൻസർ ആണ്. അതാ ഗോൾഡ് ക്ലെൻസർ ആണ് കേട്ടോ. ഇത് നമ്മുടെ ഫേസിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫിംഗർ ടിപ്പിൽ നമുക്ക് മസാജ് ചെയ്താൽ മതി. ഇത് ഏത് സ്കിൻ ടൈപ്പിലും ഓക്കെ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് ട്രൈ ചെയ്യാം. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് എടുത്ത് നോക്കാം. ജെല്ല് പോലെയാണ് കേട്ടോ വരാം ക്ലെൻസർ. നമുക്ക് ക്ലെൻസിങ് അപ്ലൈ ചെയ്യാം ഫേസിലോട്ട്. നമുക്കിങ്ങനെ ജസ്റ്റ് മെല്ലെ മസാജ് ചെയ്യാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഡ്രൈ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്രബാണ് കേട്ടോ. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചു, ഇതാണ് സ്ക്രബ്. നല്ലോണം ഡ്രൈ ആക്കാം ടവലിലോട്ട് കേട്ടോ. ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പോകും ഇതും ജെല്ലി പോലെ തന്നെയാണ് കേട്ടോ ടെക്സ്ചർ. കണ്ടോ, നിങ്ങൾക്കിത് ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് അറിയില്ല, ജെല്ലി പോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത്ര എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഫേസിലോട്ട് ഇത് പറ്റിട്ട് ചെയ്യാം. പിന്നെ നമ്മളിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്പിലും മാച്ചാണ് കേട്ടത്. അതുകൊണ്ട് കാരണം നമ്മുടെ സ്കിന്നിനും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കാം, ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഒരു മിറർ ഉണ്ട്, ആ മിറർ നോക്കിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും ക്യാമറയിൽ കട്ടപ്പോൾ മിറർ നോക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കണ്ണ് അങ്ങോട്ട് ഇടയ്ക്കുന്നത് അത് മൈൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 10-12 മിനിറ്റ് സിലിക്കോൺ മോഷനിൽ മസാജ് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രീമാണ്, ഗോൾഡ് ക്രീം കേട്ടോ. ഓൾറെഡി ഞാൻ പാക്കേജ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗോൾഡ് ക്രീം. ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 to 12 മിനിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കുലർ മോഷൻ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിൽ നല്ലോണം പ്രഷർ കൊടുത്തിട്ട് വീണ്ടും സർക്കുലർ മസാജ് ചെയ്യുക. നല്ലോണം പ്രഷർ കൊടുത്തിട്ട് കേട്ടോ. നമ്മൾ സാധാ ഒരു മോയ്സ്ചറൈസിങ് ക്രീം പോലെ ഇല്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തേക്കണം കേട്ടോ. സാധാ മോയ്സ്ചറൈസർ ഇടുന്ന പോലെ തന്നെ നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. കണ്ടോ, നേരത്തെ നമ്മുടെ ഫേസിൽ അബ്സോർബ് ചെയ്തോണ്ടോ. അപ്പം ഇങ്ങനെ അബ്സോർബ് ചെയ്യും. നമ്മുടെ അബ്സോർബ് ചെയ്യണ വരെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ, ഫേസിൽ നല്ലോണം അബ്സോർബ് ആയി. കണ്ടോ, ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ 4ാമത്തെ സ്റ്റെപ്പാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗോൾഡ് ജെല്ലാണ്. ഗോൾഡ് ജെൽ ഇതാണ് കേട്ടോ ഗോൾഡ് ജെല്ല്. ഇത് നമ്മുടെ ഫേസിൽ ഒരു 10 to 12 മിനിറ്റ്സ് നമ്മുടെ ഫിംഗർ ടിപ്സ് തന്നെ, ഫിംഗർ കൈ കൊണ്ട് തന്നെ വിരൽ കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്ത് മസാജ് ചെയ്യുക. സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. എന്നിട്ട് ഇത് അബ്സോർബ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഇത് അബ്സോർബ് ചെയ്യണ വരെ നമുക്ക് ഇത് മസാജ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പാക്കേജ് പൊട്ടിച്ചിട്ടുണ്ട്. ഇതാട്ടോ ജെല്ല്.
ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ചെല്ലാൻ. ഇതൊന്നും ഈ കൂളിങ് കിട്ടണമെന്ന് തന്നെ നമ്മുടെ ഫേസ് ഭയങ്കര ഹാപ്പി ആവുന്ന പോലെ നമുക്ക് തന്നെ ഐസ് നമ്മുടെ മേത്തിടുമ്പോൾ ഒരു കുളിർമ വരില്ലേ, അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഫേസൊക്കെ അടിപൊളിയുണ്ട്. അപ്പോൾ നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ആദ്യം മസാജ് ചെയ്യാം. 10 to 12 minutes മസാജ് ചെയ്യാം. മുഴുവനായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5ാമത്തെ സ്റ്റെപ്പാണ്. നമ്മൾ യൂസ് ചെയ്യണത് ഗോൾഡ് മാസ്ക് ആണ് കേട്ടോ. അതാ ഗോൾഡ് മാസ്ക് ആണ്. നമുക്ക് നോക്കാം എന്തായാലും. നമ്മൾ സാധാരണ ഫേസ് മാസ്ക് ഇടുന്ന പോലെ തന്നെയുള്ള മാസ്ക് ആണ്. അതൊരു പാക്കറ്റായിട്ട് കിട്ടിയത് മാത്രം കേട്ടോ. നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഒരു 10 മിനിറ്റ് ഒക്കെ നമുക്കിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എൻ്റെ ഫേസിൽ ഇപ്പം നല്ലൊരു മാറ്റം ഞങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഞാൻ ഇതാ മാസ്ക് മാറ്റി എൻ്റെ ഫേസ് നേരത്തെയാളും കുറച്ചും ഗ്ലോ ആയിട്ടുണ്ടായിരിക്കും. എനിക്ക് നല്ല കുറച്ച് ബ്രൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് 6ാമത്തെ സ്റ്റെപ്പാണ്. ഗോൾഡ് സെറം ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഗോൾഡ് സെറം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ കെയറും കാര്യങ്ങളും ബേസും സ്റ്റാർട്ട് ചെയ്യുന്നത് സെറം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റിസൾട്ട് നമുക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യണം, നമ്മുടെ സ്കിന്നിലോട്ട് നല്ല അബ്സോർബ് ചെയ്യണമെങ്കിൽ സെറമാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സെറം പോലെ തന്നെയാണ് കേട്ടോ. അതാ ഇങ്ങനെ ഒരു ലിക്വിഡ് പോലെ തന്നെയാണ് സെറം വരുന്നത്. ജസ്റ്റ് ഫേസിലോട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഇതിനും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡേ ആഫ്റ്റർ കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എൻ്റെ റിസൾട്ട്. ഇതിൻ്റെ ഒരു ഡേ ആഫ്റ്റർ ഡേ ഉള്ള ഒരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചുതരാം. എൻ്റെ ഫേസ് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇന്നലെ നമ്മൾ ഫേഷ്യൽ ചെയ്തത്. അപ്പോൾ നാളെ മറ്റന്നാളും എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചറും പിന്നെ ബ്രൈറ്റ്നെസ്സും ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ ഇതിലുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിരിക്കും ഞാൻ ഇടുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. ഉപകാരപ്പെടാത്ത വീഡിയോസ് ഒന്നും ഞാൻ ഇടില്ല. ജസ്റ്റ് കാഷ്വൽ ആയിട്ടുള്ള ഒരു വ്ളോഗ്സും ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ആയിരിക്കും ഇടുക. കൂടുതലും സ്കിൻ കെയർ, എങ്ങനെയാണ് സ്കിൻ കീപ്പ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ഹാബിറ്റ്സ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ അതുപോലെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഫേഷ്യൽ യൂസ് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ, ഫേഷ്യൽ കിറ്റ് യൂസ് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴായിരിക്കും. ബൈ ബൈ, സീ യു.